എങ്ങനെയാണ് ഈ ആക്ട് ചെയ്ത ഒന്നാം പ്രതി പൾസർ സുനിയും ഇതിന് കൂടെ നിന്ന് ബാക്കിയുള്ളവർക്കും ഒരേ ശിക്ഷ കിട്ടുന്നത്? അതെന്ത് യുക്തിയാണ്? അപ്പോൾ കോടതി വിധിക്കകത്ത് ഈ ബലാത്സംഗം എന്ന് പറയുന്ന കാര്യത്തെ അത്ര ഗൗരവത്തോടെ അല്ല തെളിയപ്പെട്ടത് എന്നുള്ള എന്തെങ്കിലും വലിയ തെളിവുകളുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞത്? അറിയില്ല സാർ, ഞങ്ങളിത് കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ സംശയം ഭയങ്കര ബലപ്പെടുത്തുന്നതാണ്. പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം 1 മുതൽ 6 പ്രതികളുടെ കാര്യത്തിൽ ബലാത്സംഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ഇതെല്ലാം ഇവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. വളരെ ക്രൂരമായ, കേരളത്തെ ഞെട്ടിച്ച, ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു ബലാത്സംഗമായിട്ട് പോലും അതിനകത്തെ ഒന്നാം പ്രതിക്കും കൂടെ വന്ന ആളുകൾക്കുമെല്ലാം ഒരേ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും കുറവുമാണ്. അതെങ്ങനെ ശരിയാവും? ഭാഗ്യത്തിന് നമ്മുടെ ശിക്ഷാ നിയമത്തിൽ 20 വർഷമാണ് എഴുതിയിരുന്നത്. 10 വർഷമായിരുന്നെങ്കിൽ ചിലപ്പോൾ 10 പോയേനെ. പൾസർ സുനി ഇപ്പോഴേ പുറത്തിറങ്ങിയേനെ, അല്ലേ? അല്ലെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് പുറത്തിറങ്ങിയേനെ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇതെല്ലാം കാണുമ്പോൾ വിധി പ്രസ്താവം വായിക്കാത്തത് കൊണ്ട് അറിയില്ല എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ പൾസർ സുനി 20 വർഷം പോലും ജയിലിൽ കിടക്കില്ല. 12.5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങും. പക്ഷേ ഹൈക്കോടതിയിൽ പോയി അപ്പീൽ വാങ്ങി ശിക്ഷ അളവ് വീണ്ടും കുറയ്ക്കാം വേണമെങ്കിൽ. അങ്ങനെയും വരാം. പക്ഷേ തൽക്കാലം ഞാൻ പ്രതീക്ഷിക്കുന്ന ശിക്ഷ കൂടട്ടെ, കൂടുതൽ പ്രതികൾ, രക്ഷപ്പെട്ടു പോയ പ്രതികളടക്കം ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ്. പക്ഷേ അതൊരു ഭയങ്കര ഭാരമായിട്ടാണ് ഇന്നും നമ്മളെല്ലാവരും വീടുകളിലേക്ക് പോവുക. ഇത്രയും ബഹളം ഉണ്ടായിട്ട്, ഇത്രയും സെൻസേഷണലായ കേസിൽ ഇത്രയും വിശദമായി എന്തിനാ? പൾസർ സുനി 2 മാധ്യമങ്ങളോട് ഇതെല്ലാം സമ്മതിച്ചതല്ലേ? റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു, ന്യൂസ് മിനിറ്റിനോട് സംസാരിച്ചു. ഇത് മുഴുവൻ സമ്മതിച്ചതാണ്. ഇത് മുഴുവൻ സമ്മതിച്ച് എത്ര കൂളായിട്ടാണ് പറയുന്നത്. ആ റേപ്പിൻ്റെ 3 കോപ്പികൾ എടുത്തു. 1 ഇന്നാർക്ക് കൊടുത്തു, 1 മറ്റൊരാൾക്ക് കൊടുത്തു. അപ്പം 3 അത് ഞാൻ കൈവച്ചു, എനിക്ക് ഉണ്ടാവില്ലേ ആഗ്രഹമെന്നോ? ഇങ്ങനെയാണ് ഇയാൾ പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾ കേട്ടതാണ്. കോടതിയിൽ എന്തെത്തി, കോടതിയിൽ എന്ത് പറഞ്ഞു, കോടതിയിൽ എന്ത് തെളിയിച്ചു എന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. വിധി പകർപ്പ് വരട്ടെ, നമുക്ക് വായിക്കാനല്ലേ അറിയാവോ. പക്ഷേ ഇതെങ്ങനെയാണ്? ഇന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കേസിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു പോയ ഒരു സമൂഹവും പ്രോസിക്യൂഷനോടൊപ്പം ഇരയോടൊപ്പം വിഷമിച്ചും വേദനിച്ചുമാണ് നമ്മൾ പോകാൻ പറ്റുക. അത് സഹിക്കാൻ പറ്റുന്നില്ല. 12.5 വർഷം കഴിഞ്ഞാൽ മറ്റ് പ്രതികളിലേക്കാൾ മുമ്പേ, അതാണ് മറ്റ് പ്രതികളേക്കാൾ മുമ്പേ, ഓഫ് കോഴ്സ് അത് ടെക്നിക്കലാണ്, പക്ഷേ എന്നാലും ഇവൻ പുറത്തിറങ്ങും. നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, നീതി നടപ്പാക്കിയെന്ന് പൊതുസമൂഹത്തിന് തോന്നുക കൂടി വേണം. അപ്പോഴാണ് നീതി ഒരു ജലം പോലെ ശുദ്ധമായി, സ്വച്ഛമായി സമൂഹത്തിലൂടെ ഒഴുകുക.